ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള DIY ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, പാർലറിൽ പോയി കെമിക്കൽ ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. എങ്കിൽ തന്നെ നമ്മൾ കെമിക്കൽ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ അത്രയ്ക്കും എഫക്റ്റ് ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ വീട്ടിലുള്ള പ്രൊഡക്റ്റ് വെച്ചാകുമ്പോൾ അത്രയും ഹാർംഫുൾ അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള DIY ആണ്. നമ്മൾ ഈ ബ്ലീച്ചൊക്കെ ചെയ്യത്തില്ലേ, ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊരു ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ കിട്ടത്തില്ലേ, അപ്പോൾ അതുപോലെ ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള DIY ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു DIY ആയിട്ടുള്ള ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാനിവിടെ 1 സ്പൂണോളം ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. എങ്കിലും കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ, ഫുള്ളായിട്ട് 1 സ്പൂൺ ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് ഈ ഒരു സോഡാ പൊടിയിലേക്ക് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. 1 സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നതാണ് കേട്ടോ. നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. നിങ്ങൾ ഏത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണോ നിങ്ങളെ ഫേസ് ക്ലെൻസ് ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു DIY ആയിട്ടുള്ള പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മിക്സ്ചർ നമുക്ക് മാസത്തിൽ 1-2 തവണ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ സോഡാപ്പൊടി അത്ര നല്ലതല്ല, നമ്മുടെ സ്കിന്നിന് കുറച്ച് ഹാർഷാണ്. അതുകൊണ്ടാണ് മാസത്തിൽ 1-2 തവണ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ മൂക്കിൻ്റെ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സോഡാപ്പൊടി നല്ല ഒരു എക്സ്ഫോളിയേറ്റർ ആയിട്ട്, അതായത് അതിനകത്ത് കുറച്ച് തരിതരിപ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് തരിതരിയായിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പാക്ക് നമ്മളെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒരേപോലെ തന്നെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാജ് ചെയ്യുന്ന സമയത്ത് മൂക്കിൻ്റെ ആ ഒരു സൈഡിൽ നന്നായിട്ട് ചെയ്യുക. ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ആ ഒരു താഴെയും മേലുമായിട്ടും നന്നായിട്ട് ചെയ്യുക. അപ്പോഴും അവിടെ ഒരു ചെറുതായിട്ടുള്ള തരിതരിപ്പുണ്ട്, അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ ആ ഒരു ഏരിയാസിലൊക്കെ നമ്മൾ റിംഗ് ഫിംഗറിൽ വേണം എപ്പോഴും ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ടാണ് റിംഗ് ഫിംഗറിൽ വെച്ച് കണ്ണിൻ്റെ ആ ഒരു ഏരിയാസിൽ മാത്രം മസാജ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഫോർഹെഡിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴുത്തിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കവിളിൽ മസാജ് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് മസാജ് ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കവിൾ താഴോട്ട് ആവാനുള്ള ചാൻസസ് കൂടും. അതുകൊണ്ട് താഴോട്ട് മസാജ് ചെയ്യില്ല, എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ കവിൾ മസാജ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇത് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ ഒക്കെ കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ക്യാമറയിലായതുകൊണ്ട് വലിയ ക്ലാരിറ്റി ആയിട്ട് തോന്നാത്തതാണ്. എങ്കിൽ തന്നെ നമ്മളല്ലാതെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഒരു ഗ്ലോ ഒക്കെ എൻ്റെ സ്കിന്നിന് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.